ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിഭീഷണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ഭാഗമാണ്. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും നാമം ജപിക്കട്ടെ, കഥകളൊക്കെ മനസ്സിലാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ രാമായണം എന്ന് പറയുന്ന ഒരു ഫോൾഡർ പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്പർ അനുസരിച്ചിട്ട് 1, 2, 3 ഇങ്ങനെ തുടങ്ങി നമ്പർ അനുസരിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ രാമായണത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അതിലിട്ടിട്ടുണ്ട്. എല്ലാവരും പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. സുഗ്രീവൻ വിഭീഷണനോട് കടൽ മറുകര കടക്കുവാനുള്ള ഉപായം എന്തെന്ന് ആരാഞ്ഞു. സുഗ്രീവൻ പറഞ്ഞു, സകര മഹീപതിയാണ് സാഗരം കുഴിച്ചുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലെ സന്തതിയാണ് ശ്രീരാമൻ. അവിടുന്ന് വിളിച്ചാൽ സാഗരം മുമ്പിലെത്തും, ഉപായം പറഞ്ഞു തരും. ഉപവാസം അനുഷ്ഠിക്കണം. രാമൻ സാഗര തീരത്ത് ദർഭ വിരിച്ചു, അതിന്മേൽ ഉപവാസം അനുഷ്ഠിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും പക്ഷേ സാഗരദേവത വന്നില്ല. രാമൻ കുപിതനായി ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, വില്ലും അമ്പും കൊണ്ടുവരൂ, ഞാനിന്ന് സാഗരത്തിന് നല്ല ശിക്ഷ കൊടുക്കും. ഇനി കാത്തിരിക്കേണ്ടതില്ല. അധമന്മാരിൽ സ്തുതി പ്രയോജനം ചെയ്യുകയില്ല. 3 ദിവസം ഞാൻ സാഗരത്തെ ആരാധിച്ചു, ഉപവസിച്ചു. ഇനി അഗ്നിബാണങ്ങളെ കൊണ്ട് സാഗരത്തെ വറ്റിച്ചു കളയും. അഗ്നിബാണങ്ങൾ ചീറിപ്പാഞ്ഞു. മത്സ്യങ്ങളും മുതലകളും നീർനായ്ക്കളും എല്ലാം മരിച്ചു. സപ്തസാഗരങ്ങളിലും അഗ്നിബാണത്തിൻ്റെ പ്രഭാവം എത്തി. വരുണന് ഭയമായി, കിലുകിലാന്ന് വിറച്ചു. വരുണദേവൻ ശ്രീരാമപാദങ്ങളിൽ ശരണം പ്രാപിച്ചു. ഗദാധര, എന്താണ് എന്നിൽ ഇപ്രകാരം കോപിച്ചിരിക്കുന്നത്? അവിടുത്തെ വംശപിതാക്കളാണ് ഈ സാഗരം സൃഷ്ടിച്ചത്. അതെന്തിനാണ് അങ്ങ് നശിപ്പിക്കുന്നത്? ഇത് യുക്തമല്ല. ഞാൻ അങ്ങയോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഈ സാഗര തീരത്ത് 3 ദിവസം ഉപവസിച്ചു. പാപിഷ്ഠനായ രാവണൻ എൻ്റെ സീതയെ അപഹരിച്ചു. സീതയെ വീണ്ടെടുക്കുവാൻ ഞാൻ ലങ്കയിലേക്ക് പോകുന്നു. വാനര സൈന്യത്തിനെല്ലാം മറുകര എത്തണം. ഉപവസിച്ച് ആരാധിച്ചിട്ടും താങ്കളെ കണ്ടില്ല. അതുകൊണ്ടാണ് അഗ്നിബാണം പ്രയോഗിച്ചത്. നേരത്തെ വന്നിരുന്നെങ്കിൽ അഗ്നിബാണം പ്രയോഗിക്കുമായിരുന്നില്ല. 10 യോജന വീതിയിൽ 100 യോജന നീളത്തിൽ ജലം മാറ്റിത്തരണം. വാനരസേന കടൽ താണ്ടിക്കൊള്ളട്ടെ. രാമൻ ഇത്രയും പറഞ്ഞപ്പോൾ സാഗരം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നിലെ ജലം പാതാളം വരെ വ്യാപിച്ചു കിടക്കുകയാണ്. വഴി തരുന്നതിന് ഒരു ഉപായവും കാണുന്നില്ല. എന്നാൽ ഒരു മാർഗമുണ്ട്, അത് പറഞ്ഞു തരാം. വിശ്വകർമ്മപുത്രനായ നളൻ എന്നൊരു വാനരനുണ്ട്. അങ്ങേക്ക് വേണ്ടി നളൻ ജഹ്നു മഹർഷിയിൽ നിന്നും ഒരു വരം നേടിയിട്ടുണ്ട്. ജഹ്നുവിൻ്റെ കമണ്ഡലവും യോഗദണ്ഡും എന്നും സാഗരത്തിൽ അപ്രത്യക്ഷമാകും. എന്നും അദ്ദേഹം പുതിയത് സൃഷ്ടിക്കും. പിന്നീട് 3 ദിവസത്തെ ധ്യാനത്തിൽ മാമുനിക്ക് സത്യം തെളിഞ്ഞു. വിഷ്ണു തന്നെ രാമനായി അവതരിക്കും. സൈന്യത്തിന് മറുകര കടക്കാൻ ചിറകെട്ടും. അത് മുന്നിൽ കണ്ട് മഹർഷി നളന് വരം കൊടുത്തു. നളൻ സ്പർശിച്ചാൽ വെള്ളത്തിൽ പാറക്കല്ലുകൾ പൊങ്ങിക്കിടക്കും. അതിനാൽ സാഗരത്തിൽ ചിറകെട്ടുന്നതിന് നളനെ സേനാപതിയാക്കുക. കല്ലും മരങ്ങളുമെല്ലാം നളൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. നളൻ ഇടുന്ന വസ്തുക്കൾ താഴാതെ ചിറ രൂപം കൊള്ളും. അങ്ങേക്കും സൈന്യത്തിനും അക്കരെ എത്താം. ദുഷ്ടനായ രാവണനോ സൈന്യമോ ഇക്കരെ കടക്കാൻ വന്നാൽ ഈ ചിറയിൽ മരിച്ചു വീഴുകയും ചെയ്യും. ഈ ചിറയിലൂടെ മറുകരയിലെത്തി പാപിയായ ലങ്കേശനെ നിഗ്രഹിച്ചാലും. പിന്നീട് വരുണദേവൻ ശ്രീരാമനെ സ്തുതിച്ചിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ശ്രീരാമൻ നളനെ വിളിച്ചു.
നളൻ വന്ന് ഭൂമിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീരാമൻ നളനോട് പറഞ്ഞു, നള, സൈന്യത്തിൽ നിന്നെപ്പോലെ മറ്റൊരു വീരനുണ്ടോ? സാഗരത്തിൽ സേതു ബന്ധിക്കാൻ നീയാണ് പ്രാപ്തൻ. നീയുള്ളപ്പോൾ ഞാൻ ഇത്രയും ദുഃഖിച്ചല്ലോ. ലങ്കാവിജയത്തിൽ നിന്നിലാണ് ഞാൻ ആശ വെക്കുന്നത്. സാഗരത്തെ ജയിക്കാനുള്ള ബുദ്ധി നിനക്കാണുള്ളതെന്ന് ഞാൻ അറിയുന്നു. ഇത് കേട്ട് നളൻ വിനീതനായി പറഞ്ഞു, പ്രഭോ, ഞാൻ നിസാരനായ വാനരൻ, സ്വജനങ്ങളെ പോലും പേടിക്കുന്നവൻ. വലിയ വലിയ വീര അവതാരങ്ങളായ വാനരന്മാർ ഉണ്ട് ഇവിടെ. അവരെക്കാൾ മുമ്പ് എനിക്ക് എങ്ങനെയാണ് അംഗീകാരം നൽകുന്നത്? ഞാൻ അച്ഛനോടൊപ്പം വളർന്നു. അക്കാലത്തെ കഥകൾ അവിടുന്ന് കേട്ടിട്ടുണ്ടാകും. ചിലതൊക്കെ ഞാനിപ്പോൾ പറയാം. മാനസ സരോവരത്തിൻ്റെ തീരത്ത് ബ്രഹ്മാവ് പഞ്ചപാത്രവും ഉദ്ധരണിയും കൊണ്ട് സന്ധ്യാവന്ദനത്തിന് ഇരിക്കുകയായിരുന്നു. സന്ധ്യാവന്ദനം കഴിഞ്ഞ് അദ്ദേഹം നിർമാല്യം വെച്ചിട്ട് പോകും. ഞാൻ അതൊക്കെ വെള്ളത്തിലിട്ട് തീരം വൃത്തിയാക്കും. ഒരിക്കൽ എന്നെ കണ്ട ബ്രഹ്മാവ് സന്തോഷപൂർവ്വം പറഞ്ഞു, നിനക്ക് ഞാനൊരു വരം തരാം. നിന്റെ കൈകൊണ്ടിടുന്ന മരവും കല്ലുമൊക്കെ വെള്ളത്തിൽ താണുപോകാതെ പൊങ്ങിക്കിടക്കും. ബ്രഹ്മാവിൻ്റെ ഈ വരം നിമിത്തം ഞാൻ 2 കരകളെയും തമ്മിൽ ബന്ധിച്ചു കൊള്ളാം. പ്രതിജ്ഞ ചെയ്യുന്നു, 1 മാസത്തിനകം 100 യോജന സേതുബന്ധനം ഉറപ്പിച്ച് തന്നുകൊള്ളാം. വാനരന്മാർ പലയിടത്തു നിന്നും മരവും കല്ലും കൊണ്ടുവരട്ടെ. അത് വെള്ളത്തിലിട്ട് ചിറകെട്ടി കൊടുക്കുന്ന കൃത്യം നളൻ ഏറ്റെടുത്തു. സുഗ്രീവനും വാനരന്മാർക്കും സന്തോഷമായി. എല്ലാവരും ജയ് ശ്രീറാം വിളിച്ചു. സസന്തോഷം ചിറകെട്ടാനുള്ള ഉദ്യമം ആരംഭിച്ചു. ശ്രീരാമനെ വന്ദിച്ചിട്ട് നളൻ സ്വസ്ഥാനത്തേക്ക് പോയി. നളന്റെ വനം സാഗര തീരത്ത് തന്നെയായിരുന്നു. ആ വനത്തിലെ മരങ്ങൾ പറിച്ച് വെള്ളത്തിലിട്ടു. അതിനുമേൽ കല്ലുകൾ നിരത്തി. മരങ്ങൾ പിഴുതുവെച്ച് പിടിപ്പിച്ച് 10 യോജന വീതിയിൽ ചിറകെട്ടി വടക്കേ അരികിൽ നിന്ന് തെക്കോട്ട് 1 യോജന 1-ാം ദിവസം തീർത്തു. അതിനു മുകളിൽ നളനിരുന്നു. അനവധി വീരന്മാർ പർവ്വതങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. വാനരന്മാർ പരസ്പരം വിളിച്ചു കൂവുന്ന ബഹളം. ഓരോരുത്തരും കൊണ്ടുവരുന്നത് നളൻ മേടിച്ച് ജലത്തിന്മേൽ നിരത്തി ചിറകെട്ടും. ആദ്യ ദിവസം തന്നെ 10 യോജന പണി തീർന്നു. അങ്ങനെ നളൻ ചിറകെട്ടുകയാണ്. മഹാബലവാനായ ഹനുമാൻ ശിലകളും വൃക്ഷങ്ങളും കൊണ്ടുവന്നു കൊടുക്കുന്നു. വാനരന്മാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. അങ്ങനെ നളൻ ചിറകെട്ടി തീർത്തു. ചിറപണി തീർന്നു. നളൻ രാമചന്ദ്രനെ നമസ്കരിച്ചു. 1 മാസം കൊണ്ട് 100 യോജനയാണ് തീർത്തത്. ചിറപണി തീർത്ത് നളൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. നളന്റെ പുറത്തു തലോടി രാഘവൻ അനുഗ്രഹിച്ചു. മഹാബലനായ ഹനുമാൻ ചിറയുടെ കാവൽക്കാരനെ പോലെ നിന്നു. രാഘവൻ പറഞ്ഞു, പ്രസാദമായി തരാൻ ധനമില്ല. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കൂ പുത്ര. സീതയെ വീണ്ടെടുത്ത് അയോധ്യയിലെത്തിയാൽ ഞാൻ നിനക്ക് നാനാരത്നങ്ങൾ നൽകും. അതൊന്നും വേണ്ട പ്രഭു. ബ്രഹ്മാവ് കൊതിക്കുന്ന അമൂല്യ രത്നം, യോഗിമാരും മഹാദേവനും അന്വേഷിക്കുന്ന അത്യപൂർവ രത്നം അവിടുത്തെ തൃപ്പാദങ്ങൾ. എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചാലും അതിനേക്കാൾ വലിയ രത്നമില്ല. അതുകേട്ട് സന്തുഷ്ടനായ കമലലോചനൻ തൻ്റെ വലത്തേക്കാൽ നളൻ്റെ ശിരസിൽ വെച്ചു. നളൻ സന്തോഷപൂർവ്വം നമസ്കരിച്ചു കിടന്നുകൊണ്ട് ആ പ്രസാദം സ്വീകരിച്ചു. രാമജയം രാമജയം എന്ന് പറഞ്ഞുകൊണ്ട് വാനരന്മാർ നൃത്തം ചെയ്തു. രാമൻ സുഗ്രീവനോട് പറഞ്ഞു, കപിരാജൻ, നമുക്ക് സേതു കാണാൻ പോകാം. രാമജയം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യപുത്രൻ എഴുന്നേറ്റു. ശ്രീരാമനും ലക്ഷ്മണനും മുമ്പിൽ നടന്നു. സുഗ്രീവനും വിഭീഷണനും പിന്നാലെ. അംഗദനും മറ്റു കപിവീരന്മാരും പുറകെ. അതിവിചിത്രമായ ചിറ സാഗരത്തിൻ്റെ കഴുത്തിൽ മാല ചാർത്തിയതുപോലെ ശോഭിക്കുന്നു. അതുകണ്ട് ദേവന്മാരും അസുരന്മാരും നാഗന്മാരും അതീവ കൗതുകം പൂണ്ടു. ശ്രീരാമൻ നളനോട് പറഞ്ഞു,
ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുവാൻ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക. ഇതു കേട്ട് നളൻ സേതുബന്ധനത്തിനു മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. പവനനന്ദനൻ പർവ്വതങ്ങൾ അടർത്തിക്കൊണ്ടുവന്നു. പരമസുന്ദരമായ ക്ഷേത്രം തയ്യാറായി. ആ ക്ഷേത്രത്തിൽ വെണ്ണക്കല്ലുകൊണ്ടുള്ള ശിവബിംബം പ്രതിഷ്ഠിച്ചു. ക്ഷേത്രം പൂർത്തിയായ വിവരം നളൻ ചെന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ശ്രീരാമൻ വായുപുത്രനോട് 1000 വെള്ളത്താമരപ്പൂക്കൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ഇത് കേട്ട് പവനനന്ദനൻ കൈലാസത്തിൽ കുബേരന്റെ ഉദ്യാനത്തിൽ ചെന്നു. മനോഹരമായ തടാകത്തിൽ അതിമനോഹരമായ താമരപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നു. 1000 പൂക്കൾ പറിച്ചുകൊണ്ടുവന്നു ശ്രീരാമന് സമർപ്പിച്ചു. ശ്രീരാമൻ ശിവപൂജ ചെയ്യാനായി ഇരുന്നു. കൈലാസത്തിൽ നിന്ന് മഹാദേവൻ നേരിട്ട് വന്നു. സന്തോഷപൂർവം രണ്ടാളും ആലിംഗനം ചെയ്ത് മഹാദേവൻ ചോദിച്ചു, അങ്ങ് തന്നെ മഹേശൻ, പിന്നാരെയാണ് പൂജ ചെയ്യുന്നത്? ശ്രീരാമൻ പറഞ്ഞു, അങ്ങ് ഇഷ്ടദേവനായിരിക്കണം. രാവണവധത്തിന് എന്നെ പുഷ്പവും തീർത്ഥവും നൽകി അനുഗ്രഹിക്കണം. ശങ്കരൻ പറഞ്ഞു, രാവണൻ എൻ്റെ ഭക്തനാണ്. എങ്കിലും സീതയെ അപഹരിച്ചതുകൊണ്ട് അവന് മരണം സംഭവിക്കും. അങ്ങയുടെ ബാണത്താൽ അവൻ വംശത്തോടെ നശിക്കും. രാവണൻ എനിക്ക് പരമപ്രിയനായിരുന്നു. പക്ഷേ അവൻ സ്വയം മരണം തിരഞ്ഞെടുത്തു. ജാനകീദേവിയുടെ തലമുടിയിൽ പിടിച്ച് ആയുസ്സിൻ്റെ അന്ത്യം കുറച്ചു. ദുഃഖത്തോടെ ജാനകി ശപിച്ചു, ഇതു നിമിത്തം നിനക്ക് മരണം സംഭവിക്കുമെന്ന്. രാമ, വേഗം യാത്ര തുടരൂ. ഇത്രയും പറഞ്ഞ് മഹാദേവൻ രാമനെയും രാമൻ മഹാദേവനെയും പ്രണമിച്ചു. ശിവൻ കൈലാസത്തിലേക്ക് മടങ്ങി. ശ്രീരാമനും ലക്ഷ്മണനും മുമ്പിൽ, പിറകെ സുഗ്രീവൻ വിഭീഷണനും, വലതുവശം ചേർന്ന് ജാമ്പവാൻ, ഏറ്റവും മുമ്പിൽ വഴിതെളിച്ച് വീരഹനുമാൻ, അങ്കദൻ സൈന്യങ്ങളെയും കൊണ്ട് പുറകിൽ. ഒരേ താളത്തിൽ ഗർജനസ്വരത്തിൽ രാമമന്ത്രഘോഷം മുഴക്കിക്കൊണ്ട് സൈന്യങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഹരേ കൃഷ്ണ. ഈ ശബ്ദം കേട്ട് രാക്ഷസന്മാർ സംഭ്രമത്തോടെ ചെന്ന് രാവണനെ വിവരമറിയിച്ചു. ശ്രീരാമൻ കടൽ കടന്ന് ലങ്കയിലെത്തി എന്നു കേട്ട് രാവണൻ നാലുപാടും നോക്കി. ഭസ്മലോചനന് കൽപ്പന കൊടുത്തു. ശ്രീരാമൻ വാനരന്മാരെയും കൊണ്ട് ലങ്കയിൽ വന്നിട്ടുണ്ട്. വാനരന്മാരെയെല്ലാം ഭസ്മമാക്കുക. കൽപ്പന കിട്ടിയ ഉടൻ തന്നെ ഭസ്മലോചനൻ 4 വശവും മറച്ച രഥത്തിൽ കയറി. രഥം സേതുവിലേക്ക് കയറി. വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, യുദ്ധം ചെയ്യാനായി ഭസ്മലോചനൻ വന്നിട്ടുണ്ട്. ഭസ്മലോചനൻ രഥത്തിൻ്റെ മറ മാറ്റി നോക്കുമ്പോൾ കണ്ണിൽ പെടുന്നതെല്ലാം ഭസ്മമായിത്തീരും. രാമൻ വിഭീഷണനോട് ചോദിച്ചു, മിത്രമേ, വാനര സൈന്യത്തെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? അതിനുള്ള മാർഗം ആലോചിക്കണം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, അസ്ത്രങ്ങളെ കൊണ്ട് ഭസ്മലോചനൻ നോക്കുന്നിടത്തൊക്കെ ദർപ്പണം സൃഷ്ടിക്കുക. അപ്പോൾ ഭസ്മലോചനൻ തന്നെ സ്വയം കത്തി നശിക്കും. ഇത് കേട്ട് ആനന്ദിച്ചു ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് കോടി കോടി ദർപ്പണങ്ങൾ സൃഷ്ടിച്ചു. രഥത്തെ ചുറ്റി കണ്ണാടികൾ. ഏതു ഭാഗത്തെ മറ നീക്കി എങ്ങോട്ട് നോക്കിയാലും ഭസ്മലോചനൻ്റെ കണ്ണ് കണ്ണാടികളിൽ പതിക്കും. കണ്ണിനെ മറച്ചിരുന്ന അടപ്പ് പോലുള്ള മറ മാറ്റി 4 പാടും നോക്കി ഭസ്മലോചനൻ. സ്വന്തം മുഖം തന്നെ കണ്ണാടിയിൽ കണ്ട ഭസ്മലോചനൻ ഭസ്മമായി തീർന്നു. ഇതുകണ്ട് രാക്ഷസന്മാർക്കൊക്കെ ഭയമായി. ആദ്യ യുദ്ധത്തിൽ തന്നെ ശ്രീരാമൻ ജയിച്ചിരിക്കുന്നു. നാരായണൻ ലങ്കയിൽ കടന്നു. രാം ഷെയ് എന്ന് വിളിച്ചുകൊണ്ട് കവികളും രാമനെ പിന്തുടർന്നു. രാമനും സീതാദേവിയും വളരെ അകലെയായിരുന്നു എങ്കിലും മനസ്സുകൊണ്ട് ഒരിടത്തായി. അപ്പോൾ രാത്രി 1:30 യാമം പിന്നിട്ടിരുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ സുന്ദരകാന്ഡം പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് യുദ്ധകാന്ഡമാണ്. അത് അടുത്ത ഭാഗമായി നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.